നാടകം, ബാലെ പോലുള്ള വേദിയിൽ നടക്കുന്ന ഏത് കലാരൂപമായാലും അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നമുക്ക് ആസ്വദിക്കുവാൻ കഴിയാറുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നണിയിൽ നടക്കുന്ന അല്ലെങ്കിൽ അണിയറയിൽ നടക്കുന്ന പല കാര്യങ്ങളും നാം അറിയാതെ പോകാറുമുണ്ട്. അത്തരത്തിലുള്ള ചില സംഭവ വികാസങ്ങളെ ഹാസ്യത്തിൽ ചാലിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ്. അല്ല, പരിപാടി തുടങ്ങണ്ടേ? നീ ഇവിടെ പിരിച്ചോണ്ട് കളിച്ചോണ്ട് നിൽക്കുവാണോ? ലൈറ്റിന്റെ പണി കഴിഞ്ഞ എന്റെ ആശാനെ 3 ലൈറ്റിന്റെ പണി നേരമല്ല ഞാൻ ചോദിച്ചാ ഇവിടെ ചെക്ക് ചെയ്തോന്ന്. ചെക്ക് ചെയ്തല്ലോ. എന്നിട്ടോ ഗീത അവിടെ തുണി മാറുന്നു, സീത തുണി മാറാൻ ശ്രമിക്കുന്നു, കുമാരി തുണി മാറിക്കൊണ്ടിരിക്കുകയാണ്. കയറ്റാൻ വെച്ചിരും എടാ പെണ്ണുങ്ങളുടെ ഗ്രീൻ റൂമിൽ ചെന്ന് ഊട്ടിട്ട് നോക്കാനാണോ പറഞ്ഞത്? എന്റെ എടാ ലൈറ്റ് അടിച്ച് നോക്കാൻ. ഇപ്പൊ അടിച്ച് നോക്കാലോ. പെട്ടെന്നാട്ടെ, ഞാൻ കൊല്ലും ഞാൻ. എന്നെ ആശാനെ എടാ നിന്റെ ഈ ലാഭെടുത്ത് തെളിച്ച് നോക്കാനാണോ പറഞ്ഞത്? പിന്നെ എടേ കെട്ടി നോക്കിയേക്കണം ഓണ്ടാലസും കാലിനൊക്കെ സമയത്ത് തെളിയോന്ന് ചോദിച്ചാൽ മനസ്സിലായോ? ആശാൻ അങ്ങനെ പറയുന്നു. രാജൻ കെട്ടിയ ലൈറ്റ് ഇന്ന് വരെ ഏതെങ്കിലും തെളിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ആ രീതിയിൽ സംസാരിക്കുന്നു. ആശാൻ ബാല് തുടങ്ങി ലൈറ്റ് കാര്യം എന്നെ വിട്ടേക്കൂ. ഉറപ്പാണ്. എന്നാ പിന്നെ തുടങ്ങാം. പരിപാടി തുടങ്ങണം. ആശാൻ ഈ കണ്ണാടി നോക്കി എന്ത് കോപ്രായം കാണിക്കോ? ബാല തുടങ്ങണ്ടേ? കോപ്രായ? എടാ ഞാൻ മുഖത്ത് ബാബാവിനെ മറിച്ച് പഠിക്കുമല്ലേ? അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. നീ മേക്കപ്പ് ചെയ്ത മേക്കപ്പ് ചെയ്യാൻ എനിക്ക് കണ്ണാടി ഉണ്ടോ? ഇവിടെ 25 ബാല ആയില്ലാണ്. സ്വന്തമായിട്ടൊരു കണ്ണാടി എങ്കിലും മേടിക്കും. 25 ബാല കളിച്ചെന്നുള്ള ശരിയാ. നിങ്ങൾ ഇതുവരെ എനിക്ക് 25 രൂപ തികച്ച് തന്നിട്ടുണ്ടോ? സുഭാഷ് നീ കണ്ണാടി പിടിച്ചേ എച്ചിക്കണക്ക് പറയത് കേട്ടാ. കൊണ്ടുപോകൂ. തിരിച്ചു തന്നില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ആശാനെ വേറെ പ്രശ്നമുണ്ട് ആശാനെ. നീ പ്രശ്നം പറയാനല്ലാതെ എന്തെങ്കിലും നല്ല കാര്യം ഈ സമിതി വന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല ആശാനെ, ഹനുമാന്റെ വേഷം ചെയ്ത് സുലൈമാൻ ഇതുവരെ വന്നില്ലെന്ന്. അവന്റെ സ്ഥിരം പരിപാടിയാണല്ലേ ഈ താമസിച്ചു വരും. രാജ ആ സുലൈമാൻ വന്നില്ല. ഇതൊന്നും നമ്മളോട് പറയണ്ട, നമ്മൾ ലൈറ്റിന്റെ ആളാണേ. ഫോൺ ചെയ്ത് പറഞ്ഞു. ഞാൻ വിളിക്കണോ? എപ്പോഴും ഞാൻ തന്നെ വിളിക്കണോ? എന്നാവട്ടെ, സമയം പോണെന്ന്. ഹലോ, എടാ സുലൈമാൻ, നീ എവിടെയാണ്? ആശാനെ അവൻ പണി കഴിഞ്ഞ് വീട്ടിൽ വന്നോളൂ. എന്റെ പൊന്ന് സുഭാഷേ, അവൻ പണി കഴിഞ്ഞ് വന്നെങ്കിൽ കുഴപ്പമില്ല, കുളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയാം. അതന്നെ ആശാനെ. ഇവിടെ കഴിഞ്ഞ സ്റ്റേജ് ഹനുമാന്റെ നെഞ്ചത്ത് സിമെന്റിൽ നിന്നും പറഞ്ഞ് എന്ത് പോവായിരുന്നു. സുലൈമാനെ നീ കുളിച്ചിട്ട് വന്നാ മതി. ഹനുമാന്റെ ഫുൾ സെറ്റപ്പിൽ പോലെ വേഷം കെട്ടി പോരും. വേഷം കെട്ടി പോരും. അതെ ആപ്പിളിന്റെ മൂട് പോലെ സാധനം എടുത്ത് ചുണ്ടത്ത് വെച്ചിട്ട് പോലും അവനെ നോക്കണ്ടെന്ന് പറഞ്ഞു. അതല്ലെന്ന് അവനെ നോക്കണ്ട, നമ്മോട് തുടങ്ങിക്കോളാൻ, അവൻ എത്തിക്കോളാന്ന് പറഞ്ഞു. എത്തിക്കോളാം. ഓക്കെ അല്ല? അപ്പൊ രാജ തുടങ്ങാം. സോഡ സോഡ എന്ത് തുടങ്ങാൻ? തുടങ്ങണ കാര്യമാണോ പറഞ്ഞത്? പിന്നെ ഇവിടെ പരിപാടി തുടങ്ങണ കാര്യമാണ് പറഞ്ഞത്. എന്റെ ശശി, നീ സമിതിയുടെ ഡ്രൈവറല്ലേ? അതെ. നാളെ കാസർഗോഡ് പരിപാടി ഉള്ളതാ. നീ വെള്ളം അടിച്ച് നാമട്ടത്ത് അഴിച്ചുകൊണ്ട് കോഴിക്കോട് നടന്നാല 17 മണിക്കൂർ വണ്ടി ഓടിക്കണ നാളെ, മനസ്സിലായോ? എന്റെ ആശാന നാളെ കാസർഗോഡല്ലേ പരിപാടി? ഇവിടുന്ന് ഒരു 17 മണിക്കൂർ ഓട്ടം ഉണ്ടല്ലോ. നമുക്ക് ആ ഓട്ടത്തിൽ കിടന്നുറങ്ങിയാ പോരെ? പോയി കിടന്നുറങ്ങണ സുഭാഷ, നീ ഇങ്ങോട്ട് വന്നേ. നീ ആ കമ്മിറ്റിക്കാരുടെ ഭക്ഷണത്തിന്റെ കാര്യം ചോദിച്ചല്ലോ. കമ്മിറ്റിക്കാരുടെ ഞാൻ ഭക്ഷണത്തിന്റെ കാര്യം ചോദിച്ചപ്പോ അവര് പറഞ്ഞു പരിപാടി കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞു. അപ്പൊ രാജോ ഇന്നും പട്ടിണി. പോയി കിടന്നുറങ്ങണ. അവൻ പോട്ടാ. സുഭാഷ് കാശിന്റെ കാര്യം ചോദിച്ചു. കാശിന്റെ കാര്യം ഞാൻ ചോദിച്ചാശാനെ. കാശിന്റെ കാര്യം ചോദിച്ചപ്പോ കമ്മിറ്റിക്കാർ പറഞ്ഞു ഇന്റർവ്യൂവിന് സമയത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാജോ ഇന്നും പൈസ ഇല്ലടാ. ഇവനൊക്കെ ആരാണ് ഈ സമിതിയിൽ കൊണ്ടുവന്നത്? പരിപാടി തുടങ്ങാം. എല്ലാരും വിളിച്ചു. എന്താണ് പരിപാടി? തിരികെ എത്തിക്കണ്ട, അതിന് വിളിച്ചതാ. ഇങ്ങനെ പോയാൽ നിന്റെ തലക്കെട്ട് 2 തിരികെ എത്തിച്ചു ചോദിക്കേണ്ടി വരും. നീ ചെയ്യണ പണി ചെയ്യടാ. കൈവിളി. നമ്മുടെ 26ാമത്തെ സ്റ്റേജാണ്. 25 സ്റ്റേജിൽ നമ്മൾ ഓടി. ഇന്നും വലിയ വ്യത്യാസമൊന്നും വലിയ ഓടേണ്ടി വരും. ഒരു കാര്യം, ഓടുമ്പോ ആരും പടിഞ്ഞോട്ട് ഓടരുത്. അതെന്താ ആശാനെ? പടിഞ്ഞാപ്പുറ കടലല്ലേ? ഡ്രൈവറാ ഞാൻ. ആശാനെ ഇവൻ ലൈറ്റുകാരനൊന്നും കടലിനറിയാൻ മേല, മുങ്ങി ചത്തു കേട്ടാ. പിന്നെ ഒരു കാര്യം, നീ ഇങ്ങോട്ട് വന്നേ. ആകപ്പാട് ഈ സമിതി കാണാൻ കൊള്ളാവുന്ന ഒരാൾ നീയാണ്. അതുകൊണ്ട് ഈ കമ്മിറ്റിക്കാർ കാണുക അങ്ങോട്ടും ഇങ്ങോട്ടും നുലാത്തിക്കണം. കേട്ടാ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇപ്പൊ ചോദിച്ചോ. അല്ല ബാലനൊക്കെ കണ്ണും കാലും കാണിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല. എനിക്ക് ചെറിയൊരു സംശയം ആശാനെ. നീ ആരാണെന്ന് ഞാൻ നോക്കട്ടെ. ശശി, അതെ ഈ ഇന്റർവെൽ കഴിഞ്ഞിട്ട് ഫസ്റ്റ് സീൻ ആണല്ലോ എൻ്റെ. എടാ ആദ്യം നീ ഇന്റർവെല്ലിൽ വരെ ഇതൊന്ന് എത്തിക്കാൻ നോക്കും. നീ ആ നരസിംഹമായിട്ട് കയറാനല്ലേ ഇന്റർവ്യൂ? നിന്നോട് ഞാനൊരു കാര്യം പറയും. നിന്റെ തൂണെന്ന് പറഞ്ഞാൽ 3ാമത്തെ തൂണ്. മൂന്നാമത്തെ ഇത് 1
2, 3. അത് 3. അപ്പൊ അവിടുന്ന് ഈ 3ആണോ ഇവിടുന്ന് അങ്ങോട്ടുള്ള 3ആണോ? ഈ ഇടയിൽ അടുത്ത് നിൽക്കുന്ന 3 അടുത്ത് നിൽക്കുന്ന. കഴിഞ്ഞ സ്റ്റേജിൽ നീ തൂണ് മാറി നിന്നിട്ട് 7 തൂണാ ഞാൻ കുത്തിക്കീറി, മനസ്സിലായില്ല? ഞാനല്ലോ തൂണ് മാറി നിന്നെ ഞാൻ കുത്തിക്കീറി. എന്നാ അച്ഛനെ പോവാ അപ്പുറം ഓക്കെ അല്ല പരിപാടി വാങ്ങാൻ പറ്റും കൊണ്ടുപോകും. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇവിടെ പോയിക്കിരുന്ന് ഉറങ്ങടാ. ഞാൻ ഉറങ്ങിയപ്പോ കാണായിരുന്നു. എന്ത്? ആശാനെ ഒരു മുട്ടൻ പാമ്പ് നമ്മുടെ കിരീടൊക്കെ ഇരിക്കണില്ലേ, അവിടെ ഒരു പാമ്പ് എന്നിട്ട് നീ എന്ത് ചെയ്ത്? തല്ലിക്കൊന്ന് വലിച്ചു കടലിലിറങ്ങി. കിരീടത്തിന്റെ കൂടെ ഇരുന്ന പാമ്പിനെ പാമ്പിനെ ഇന്ന് ഞാൻ കുഴിച്ചും കൊടുക്കും. എടാ അത് ശിവന്റെ കഴുത്തേക്കാളുള്ള പ്ലാസ്റ്റിക് പാമ്പല്ല, അതിനെ കടലിൽ വലിച്ചെറിഞ്ഞ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പരിപാടിക്ക് മുമ്പ് നീർക്കൊല്ലെങ്കിലും പിടിച്ചോണ്ട് വന്നോ. പോയിട്ടോ പോടാ. എന്താണ് ആശാനെ രാവണന് 6 തലയുള്ള ആശാനെ. ചേട്ടാ രാവണന് 10 തലയുണ്ട്, അറിയാമോ? ആശാനെ അതല്ല പറഞ്ഞത്. നമ്മൾ ക്യാമ്പിൽ നിന്ന് രാവണന്റെ 6 തല എടുത്തോളുന്ന 4 എടുത്തില്ല. രാവണന്റെ 6 തല എന്നെ ഇതിലൊന്നും കൂട്ടരുത്, ഞാൻ ലൈറ്റാ. ഇപ്പൊ എന്നാ ചെയ്യും? 6 എന്റെ ഒന്ന് 7. അതെ. 6 വന്ന് 7, ഇന്നെ 3 തല വേണമല്ലോ. സുഭാഷേ ഒരു പണി, ആ ഗ്രീൻ റൂമിലുണ്ടല്ലോ ബ്രഹ്മാവിന്റെ 3 തല ഇരിപ്പുണ്ട്. അതെടുത്ത് രാവണന്റെ തലയുടെ വിടവിന് കയറ്റി വെച്ചോ. പിന്നെ ആശാനെ ഞാൻ പറഞ്ഞല്ലോ ഹനുമാന്റെ വേഷം ചെയ്യണ സുലൈമാൻ വന്നിട്ടില്ല ഇതുവരെ. വന്നില്ലേ? ആ വന്നിട്ടില്ല. ഒന്നുകൂടെ വിളിച്ചവനോ? ഞാൻ എപ്പോഴും വിളിക്കണം, എന്റെ ബോഡി കാശില്ല. ഇപ്പൊ കാശല്ലേ അറിയാം. എടാ സുലൈമാനെ നീ എവിടെയാണ്? ആശാനെ അവ വാലെടുക്കാൻ മറന്നു പോയിട്ട് തിരിച്ചു പോയത്. അവനോട് ഒരു വാഴവള്ളിയെങ്കിലും വെച്ച് കെട്ടിക്കൊണ്ട് വരാൻ പറയണം. എടാ സുലൈമാനെ നീ എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചു വാ. പെട്ടെന്ന് മരുത്തുവാമല കൊണ്ടുവന്നു. അവന്റെ അമ്മയുടെ വീടിന്റെ അടുത്ത അമ്പലത്തിലെ പരിപാടി, പെട്ടെന്ന് വരാൻ പറ. എടാ സുലൈമാനെ നിന്റെ അമ്മയുടെ അതല്ല നിന്റെ അമ്മയുടെ വീടിന്റെ അടുത്ത പരിപാടി. ആ പെട്ടെന്ന് അവനെത്തിക്കൊള്ളു പറഞ്ഞു. ഓക്കെ അല്ല നമുക്ക് പരിപാടി തുടങ്ങാം അല്ലേ? നിങ്ങൾ ഇവിടെ അമ്മക്ക് വച്ചനം വിളിച്ചിട്ട് കാര്യം എന്താ? ആ രാമന്റെ വേഷം സുഖം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അയ്യോ അവനും വന്നില്ലേ? ഇവനൊക്കെ ഇത് എവിടെ പോകണ്ട? ഇനിയിപ്പോ നമ്മൾ ലൈറ്റിന്റെ ആളാണ്. എന്നെങ്കിലും ചെയ്യുന്നു. ഒരു വഴിയുണ്ട്. ഭക്തജനങ്ങളെ, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. രാമന്റെ വേഷം ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഈ വേദിയുടെ മുമ്പിൽ ഇരിപ്പുണ്ടെങ്കിൽ ദയവായി സ്റ്റേജിന് പിന്നിൽ റിപ്പോർട്ട് ചെയ്യുക. അച്ഛനെ ഒരു വിഷയം, അല്ല ചെറിയൊരു വിഷയം. എന്താണ്? ആ ഗ്രീൻ റൂമിൽ നിന്നേ ഒരുത്തം ഭയങ്കര എത്തിനോട്ടോ ആശാനെ. ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഫ്രോഡ് പയ്യന്മാരായിരിക്കും. നമുക്ക് കമ്മറ്റിക്കാരോട് പറഞ്ഞാൽ അവന്മാരെ പോക്കാം. എന്നാലും പോകത്തില്ല. അതെന്താ? അവൻ പോകത്തില്ല. അവൻ എന്താണ്? ഞാൻ 5000 രൂപ പലിശക്ക് എടുത്ത പാണ്ടി അവിടെ നിൽക്കുന്നത്. അത് ശരി. ഞാനിവിടെ നിന്ന് എനിക്കിട്ട് പണി കിട്ടും ആശാനെ. നീ അവിടെ നിന്നാ നിനക്കിട്ട് പണി കിട്ടും, ഇവിടെ നിന്നാ എനിക്കിട്ട് പണി കിട്ടും. നീ എന്തിനാ പേടിക്കണത്? എനിക്ക് ഈ മുടിക്കകത്ത് കയറി ഒളിച്ചിരുന്നാ പോരെ, ആരും കണ്ടുപിടിക്കില്ല. ശരിയാണ് ആശാന്റെ ഒരു ബുദ്ധി, മന്ദബുദ്ധിയാ. ആശാനെ അതുപോലെ ഇനി ഹനുമാന്റെ വേഷം ചെയ്യുന്ന സുലൈമാൻ വന്നില്ലെങ്കിൽ ആ വേഷം ഞാനങ്ങ് ചെയ്താലോ? ഹനുമാന്റെ വേഷം ഇവിടെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യണമെങ്കിൽ ഇത്തിരി എക്സ്പീരിയൻസ് ഒക്കെ വേണം, അറിയാമോ? ആശാനെ എക്സ്പീരിയൻസിന്റെ കാര്യം പറയുന്നു. ഞങ്ങളുടെ അടുത്ത് ഓണാഘോഷ ക്ലബ്ബിൽ ഞാൻ ഹനുമാന്റെ വേഷം കിട്ടിയിട്ട് എനിക്ക് 2ാം സമ്മാനം കിട്ടിയില്ലേ? അതാ കുഴപ്പമായത്. നീ വേഷം കെട്ടായിരുന്ന നിനക്ക് 1ാം സമ്മാനം കിട്ടിയേനെ. ചെയ്യണ പണി ചെയ്യണം. ഓക്കെ ആണല്ലേ? നമുക്ക് പരിപാടി തുടങ്ങാം. ബെല്ല് കൊടുത്തല്ലോ. കൊടുത്ത എന്നിട്ട് ഞങ്ങൾ കേട്ടില്ലല്ലോ. നിങ്ങൾ എങ്ങനെ കേൾക്കും? രാവിലെ 120 രൂപയ്ക്ക് ബെല്ല് കൊടുത്തിട്ടില്ല, എല്ലാവരും കൂടി ചായ കുടിച്ചത്. ഒരു പണിയേ ഒന്നും നോക്കണ്ട, ഭക്തിയാനം കിട്ടും പരിപാടി. അവനെ കേട്ടി രണ്ടാമത്തെ നമ്പറല്ലേ കേട്ടത്? 3 എടാ ഭക്തിഗാനവും വേണ്ട, ഒരു കോപ്പും വേണ്ട. നീ ആ കഥാസാരം എടുത്ത പരിപാടി തുടങ്ങാം. കൊണ്ട് കൊടുത്താ കൊണ്ടുപോകണം. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ബാലെ ആരംഭിക്കുന്നു. കഥാസാരം. പ്രിയപ്പെട്ട ശാന്തി, നാളെ 5 മണിക്ക് പാർക്കിൽ വരണം. ആരെയാ കഥാസാരം? സംഗതി മാറിപ്പോയി, പേടിക്കണം. കളി കഴിയുമ്പോൾ കാണാൻ കേട്ടോ. പ്രിയമുള്ളവര്, ഒറിജിനൽ കഥാസാരം. ഹസ്തിനപുരിയിലെ ഇപ്പോഴത്തെ മഹാരാജാവാണ് പാണ്ഡു മഹാരാജ്. അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയാണ് കുന്തിദേവി. ഇവർക്ക് പഞ്ചപാണ്ഡവർ എന്ന പേരിൽ 5 മക്കൾ. മൂത്തവൻ അവൻ. രണ്ടാമൻ ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ
ഇവരിൽ ഏറ്റവും ഇളയവനാണ് ഹനുമാൻ. ഹനുമാൻ തന്റെ മാതാവായ കുന്തിദേവിയുടെ ആഗ്രഹപ്രകാരം പുലിപ്പാൽ തേടി ലങ്കയിലേക്ക് പുറപ്പെടുന്നു. ലങ്കാതിർത്തിയിൽ വെച്ച് ഹനുമാൻ യൂദാസിനെ 30 വെള്ളിക്കാശ് ദൈവമേ. ഈ വിവരം ഹനുമാൻ തന്റെ ജ്യേഷ്ഠൻ രാവണനെ മൊബൈലിൽ വിളിച്ച് അറിയിച്ചു. തുടർന്ന് നടന്ന അതിഘോരമായ കലിക യുദ്ധത്തിൽ യേശു ക്രൂശിലേറ്റപ്പെട്ടു. രാജാവിനെ കുട്ടൂസൻ കുപ്പിക്കകത്താക്കുന്നു. മാക്ക അടിച്ചു വിരിഞ്ഞു. അമ്മ തിലകരെ പുറത്താക്കി. മൂവാറ്റുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടി കളഞ്ഞു. കമ്മിറ്റിക്കാർ ഇതുവരെ കാപ്പി എത്തിച്ചിട്ടില്ല. തുടർന്ന് കാണുക. ചതിച്ചാശാലെ ചതിച്ച് ഹനുമാൻ കളിക്കുന്ന സുലൈമാന് വരത്തില്ലെന്ന്. അതെന്താണ്? ആശാനല്ലേ പറഞ്ഞ അവനോട് ഹനുമാന്റെ വേഷം കെട്ടി വീട്ടിൽ നിന്ന് വരാൻ. അവൻ ഹനുമാന്റെ വേഷം കെട്ടി വന്നപ്പോഴേ ഇടയ്ക്ക് വെച്ച് മൃഗസംരക്ഷണ വകുപ്പ് പിടിച്ചാശാന് സിംഹവാലം കുരങ്ങാന്ന് പറഞ്ഞു. സുലൈമാനെ, ശശി, വാല പൊളിഞ്ഞടാ, ഓടിക്കാം. തെക്കാത്തോടല്ലേ പടിഞ്ഞോട്ടോട്. അതെന്താ ആശാനെ? ആശാനല്ലേ പറഞ്ഞു പടിഞ്ഞാറോട്ട് ഓടരുത്, അവിടെ കടല. എടാ, നാട്ടുകാരുടെ തല്ലുകൊണ്ട് ഞാൻ ഭേദമല്ലേടാ കടലിലെ വെള്ളം കുടിച്ച് മരിക്കണത്. ആശാനെ ഓടാ. അയ്യോ